സാമ്പത്തിക രംഗത്ത് അമേരിക്കയുടെ ഭീഷണി നേരിടാൻ ഇന്ത്യയും ചൈനയും ഒരുമിക്കുമെന്ന് വ്യക്തമായ സൂചന നൽകുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജപ്പാൻ സന്ദർശനത്തിനിടെയാണ് ഏഷ്യയിലെ വൻ ശക്തികളായ ഇന്ത്യയും ചൈനയും ഒന്നിച്ചാൽ ലോക സാമ്പത്തിക ക്രമത്തിൽ സ്ഥിരത കൊണ്ടുവരാൻ കഴിയുമെന്ന് മോദി പറഞ്ഞത്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ ക്ഷണപ്രകാരം ഇന്ന് ചൈന സന്ദർശിക്കുകയാണ് പ്രധാനമന്ത്രി. സന്ദർശന ലക്ഷ്യം സ്ഥിരതയുള്ള ഉഭയകക്ഷി ബന്ധമാണെന്നും ഇൻഡോ പസഫിക് മേഖലയിലെ സമാധാനത്തിന് ഇത് അനിവാര്യമാണെന്നും മോദി വ്യക്തമാക്കിയിട്ടുണ്ട്. ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന മോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും കൂടിക്കാഴ്ച നടത്തും. മൂവരും ഒരുമിച്ചുള്ള ചർച്ചയ്ക്കും സാധ്യതയുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി MG മിഥുൻ ചേരുകയാണ്. മിഥുൻ, ലോകക്രമത്തിൽ തന്നെ മാറ്റം വരുത്തുന്ന ഒരു സംഭവമാണല്ലോ. ഇരുപക്ഷത്തുമായി നിന്നിരുന്ന ഇന്ത്യയും ചൈനയും ഇപ്പോൾ അമേരിക്കയ്ക്കെതിരെ സാമ്പത്തിക രംഗത്ത് ഒരുമിക്കുന്ന കാഴ്ചയ്ക്ക് ലോകം വേദിയാവുകയാണ്. ലോകം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ സന്ദർശനം എത്രമാത്രം നിർണായകമാണ്? കൃത്യമായും നരേന്ദ്രമോദിയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യ ചൈന സാമ്പത്തിക ബന്ധത്തിലേക്കാണോ? മനുഷ്യ തീർച്ചയായും വളരെ പ്രാധാന്യമുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് തന്നെയാണ് വേദിയാകാൻ പോകുന്നത്. ഇന്ന് വൈകിട്ട് 4 മണിക്ക് ഇന്ത്യൻ സമയം 4 മണിക്ക് അദ്ദേഹം ചൈനയിൽ ലാൻഡ് ചെയ്യും. നാളെ ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഷീ ജിൻപിങ്ങുമായിട്ടുള്ള കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത്. അതിൽ ഈ വിഷയങ്ങളൊക്കെ തന്നെ കൃത്യമായി ചർച്ചയ്ക്ക് വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം സ്വാഭാവികമായും ഈ റഷ്യയിൽ നിന്ന് ഈ എണ്ണ വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കം അത് പിന്നീട് വലിയ തീവ്ര യുദ്ധത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. അതിൽ ഇന്ത്യക്ക് മേലായിരുന്നു കടുത്ത നടപടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. അതേസമയം ചൈനയ്ക്ക് മേൽ ആദ്യഘട്ടങ്ങളിലൊക്കെ ഉയർത്തിയ രീതിയിൽ നിന്ന് പിന്നോട്ട് ഈ ഒരു തരത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് പോകുന്ന കാഴ്ചയും നമ്മൾ കാണുകയും ചെയ്തു. അത് ഈ ബ്രിക്സ് രാജ്യങ്ങൾ കൂടുതൽ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മേൽ കൂടുതൽ മുന്നേറാനുള്ള ഒരു സാഹചര്യം ഉടലെടുക്കും. അതിൽ റഷ്യ, ചൈന, ഇന്ത്യ ഈ മൂവർ സംഘം അത് വലിയ രീതിയിൽ മേൽക്കൈ നേടാൻ സാധ്യതയുണ്ട് എന്നടക്കമുള്ള ചില വിദഗ്ധരുടെ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഒരു നീക്കം അതുമായി ബന്ധപ്പെട്ട് ചൈനയ്ക്ക് ഒരു തലോടൽ എന്ന രീതിയിലുള്ള ചില പ്രഖ്യാപനങ്ങൾ നടത്തുകയും അല്ലെങ്കിൽ അവർക്ക് അധിക സമയം അനുവദിച്ചു നൽകുകയും ചെയ്ത് നമ്മൾ കാണുകയും ചെയ്തു. പക്ഷേ ഇന്ത്യയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ല എന്നുള്ളൊരു പ്രഖ്യാപനം അമേരിക്കൻ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ അല്ലെങ്കിൽ ഈ തീരുവയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ മോദി മൗനം പാലിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതേസമയം അതിരൂക്ഷമായ വിമർശനം ഈ വിഷയത്തിൽ നരേന്ദ്രമോദി ഉയർത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. മറ്റൊരു ലോകക്രമത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള സൂചന കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ നരേന്ദ്രമോദി നൽകുന്ന വ്യക്തമായ സന്ദേശം. അതിൽ കൃത്യമായ രീതിയിലുള്ള ചില കൂടിക്കാഴ്ചകളുണ്ട്. നാളെ ഷീ ജിൻപിങ്ങിനെ കണ്ടതിന് ശേഷം മറ്റന്നാൾ സെപ്റ്റംബർ 1-നാണ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. അതിനുശേഷം ഈ മൂവരും ഒരുമിച്ച് കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നുള്ള ചില റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. അതിനിടെ നേരത്തെ തന്നെ സ്ഥിരീകരിച്ച റിപ്പോർട്ടുകളായിരുന്നു വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കുമെന്നുള്ളത്. പക്ഷേ തീയതി വ്യക്തമല്ലാതെ ഇരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൽ കൂടി ഒരു വ്യക്തത വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ വർഷം അവസാനം ഡിസംബർ ആദ്യ വാരത്തോടു കൂടി വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കുമെന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഈ 3 രാജ്യങ്ങളും സംബന്ധിച്ച് രാജ്യങ്ങളും കൂടുതൽ സൗഹൃദത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനം ചൈനയുമായുള്ള ബന്ധമാണല്ലോ. ഇപ്പോൾ നമുക്കറിയാം ഗൽവാൻ സന്ദർശനത്തിന് ശേഷം അതിർത്തി സംഘർഷത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ ചൈന സന്ദർശനം, അതുപോലെ വിമാന സർവീസുകൾ വീണ്ടും തുടങ്ങുന്നത് പോലെയുള്ള കാര്യങ്ങളിൽ ചർച്ചകൾ പോകുകയാണ് എന്നുള്ള പ്രതീതി. ഇതൊക്കെ സംഭവിക്കാൻ പോവുകയല്ലേ ചൈനയുമായി സാമ്പത്തിക രംഗത്ത് മാത്രമല്ല ഇത് എന്നുള്ള രീതിയിൽ? തീർച്ചയായും മനുഷ്യ, അതായത് ഗാൽവാൻ സംഘർഷത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ അടുത്തിടെ അതിനൊരു അയവുണ്ടാകുന്ന കാഴ്ച നമ്മൾ കാണുകയും ചെയ്തു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആദ്യം അവിടെ എത്തി കൂടിക്കാഴ്ച നടത്തി. അതിനു മുമ്പ് DGMO തലത്തിലൊക്കെ ഉള്ള വലിയ കൂടിക്കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. അത് പോസിറ്റീവ് ആയതിനെ തുടർന്നാണ് പ്രതിരോധ മന്ത്രി അവിടേക്ക് എത്തുകയും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തത്. പിന്നീട് കൂടുതൽ രംഗത്തിൽ ഇത്തരത്തിൽ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അത് പ്രതിരോധ രംഗത്തുമൊക്കെ നടപ്പാക്കുന്ന നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അത് സംബന്ധിച്ചുള്ള ചർച്ചകളും ഉണ്ടാകും. ഒപ്പം തന്നെ ഏറെ ദീർഘകാലമായി ഇത്തരത്തിൽ വിമാന സർവീസുകൾ നിർത്തിവെച്ചതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അത് പുനരാരംഭിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളുമൊക്കെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സുപ്രധാന തീരുമാനങ്ങളൊക്കെ നാളെ നടക്കാൻ പോകുന്ന ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ തീവ്ര യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളും കൂടി ഇതിൽ ചർച്ചയിലേക്ക് വരും. മറ്റ് വ്യാപാര രംഗത്തേക്ക് അല്ലെങ്കിൽ നേരത്തെ നമുക്കറിയാം റഷ്യയുമായി ഈ എണ്ണ വാങ്ങിക്കുന്നതാണ് ഏറ്റവും രീതിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ചൊടിപ്പിച്ചിട്ടുള്ളത്. അമേരിക്കയെ ചൊടിപ്പിച്ചിട്ടുള്ളത്
പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു തീരുമാനത്തിൽ നിന്ന് ഒരിക്കലും ഇന്ത്യ പിന്നോട്ട് പോകില്ല എന്ന നിലപാട് ഉറച്ചു തന്നെ വ്യക്തമാക്കുകയും ചെയ്തതാണ്. ഈ ഒരു ഘട്ടത്തിൽ റഷ്യ സ്വീകരിച്ചതുപോലത്തെ മറ്റൊരു നടപടി, അല്ലെങ്കിൽ നേരത്തെ റഷ്യയ്ക്ക് മേൽ കനത്ത ഉപരോധം പാശ്ചാത്യ രാജ്യങ്ങൾ സ്വീകരിച്ച പിന്നാലെ മറ്റ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് വ്യാപാരം നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് റഷ്യൻ പ്രസിഡന്റ് പോകും നമ്മൾ കാണുകയും ചെയ്തതാണ്. ആ ഒരു തീരുമാനത്തിലേക്ക് ഇന്ത്യയും കടക്കുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നത്. അങ്ങനെ പോയാൽ അത് കനത്ത തിരിച്ചടിയാകാൻ പോകുന്നത് അമേരിക്ക തന്നെയാണ് എന്നുള്ള പല വിദഗ്ധരുടെയും സാമ്പത്തിക രംഗത്തെ ശാസ്ത്രജ്ഞരടക്കമുള്ളവർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇതൊക്കെ ട്രംപിന് മുന്നിലുമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കൂടിക്കാഴ്ച നാളെ നടക്കാൻ പോകുന്ന ഷീ ജിൻപിങ്ങുമായും ഒപ്പം തന്നെ വ്ളാഡിമിർ പുടിനുമായിട്ടുള്ള കൂടിക്കാഴ്ച അത് അമേരിക്കയെ സംബന്ധിച്ച് വളരെ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ചയാണ്. ഈ കൂടിക്കാഴ്ചയിൽ ചില നിർണായക തീരുമാനങ്ങൾ ഉരുത്തിരിയും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കരാറുകളിലേക്കൊക്കെ പോകുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളും ഉണ്ടാകുമെന്ന് തന്നെയാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ശരി, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. ചൈനയുമായുള്ള ശക്തമായ സുഹൃത്ത് ബന്ധം മേഖലയെ സമൃദ്ധിയിലേക്കും സമാധാനത്തിലേക്കും നയിക്കും. ഇതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാനിൽ പറഞ്ഞത്. ഇന്ത്യ ചൈന സൗഹൃദം ആഗോള സമ്പദ് വ്യവസ്ഥയിൽ സ്ഥിരതയുണ്ടാക്കുമെന്നും മോദി പറയുകയുണ്ടായി. ജപ്പാനിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ഇതോടുകൂടി ചൈനയുമായുള്ള സാമ്പത്തിക സഹകരണം ദൃഢമാക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ മറ്റൊരു ലക്ഷ്യം എന്ന കാര്യം വ്യക്തമായിരിക്കുകയാണ്. ഈ സന്ദേശമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയത്. അദ്ദേഹം ചൈനയിലെത്തുകയാണ്. ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പോവുകയാണ്. ഷീ ജിൻപിങ്ങുമായി ചർച്ച നടത്താൻ പോവുകയാണ്.